കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ യുവതിയുടെ 9 വിരലുകൾ നഷ്ടമായ കേസിൽ തിരുവനന്തപുരത്തെ കോസ്മെറ്റിക് ആശുപത്രിയെ വെള്ളപൂശി മെഡിക്കൽ വിദഗ്ധ സമിതി. യുവതി ഗുരുതരാവസ്ഥയിലായതിന് കാരണം ശസ്ത്രക്രിയാ പിഴവ് എന്ന് പറയാനാകില്ല എന്നാണ് റിപ്പോർട്ട്. ശസ്ത്രക്രിയയ്ക്ക് യുവതിക്ക് 3 ലക്ഷം രൂപ ചെലവായി എന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വിദഗ്ധ സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. വിദഗ്ധ സമിതി റിപ്പോർട്ട് അംഗീകരിക്കില്ല എന്ന് യുവതിയുടെ കുടുംബം വ്യക്തമാക്കി. ഷിജോ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ഷിജോ, 9 വിരലുകളാണ് ഈ ശസ്ത്രക്രിയയെ തുടർന്ന് ഈ യുവതിക്ക് മുറിച്ച് മാറ്റേണ്ടി വന്നത്. ഈ കോസ്മെറ്റിക് ക്ലിനിക്കിനെ കുറിച്ച് ഇപ്പോൾ എന്താണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്? ഇവർക്ക് യാതൊരുവിധ വീഴ്ചയും പറ്റിയിട്ടില്ല എന്നാണോ? അമൃത, ഇതിനകത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം 9 പേരടങ്ങുന്ന ആളുകളാണ് ഈ വിദഗ്ധ സമിതിയിൽ ഉണ്ടായിരുന്നത്. അവരാണ് ഈ കഴക്കൂട്ടം കുളത്തൂരിലുള്ള ഈ കോസ്മെറ്റിക് ക്ലിനിക്കിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയത്. തിരുവനന്തപുരം സ്വദേശിനിയായിട്ടുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൊഴുപ്പ് നീക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാവുകയും ഈ ശസ്ത്രക്രിയയ്ക്ക് പിന്നാലെ നീതുവിന്റെ കൈകാലുകളിലെ 9 വിരലുകൾ മുറിച്ചു നിൽക്കുകയും ചെയ്യേണ്ട ഒരവസ്ഥയിലേക്ക് പോയിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിലായ യുവതി 22 ദിവസം വെന്റിലേറ്ററിൽ കൂടിയായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിയോഗിച്ച അല്ലെങ്കിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിലെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ശസ്ത്രക്രിയയിൽ പിഴവുണ്ടായിട്ടില്ല. ശസ്ത്രക്രിയ കൃത്യമായിട്ടുള്ള പ്രകാരമാണ് നടന്നിട്ടുള്ളത്. ശസ്ത്രക്രിയയിൽ ഒരു തരത്തിലുള്ള പിഴവില്ല. അപ്പോൾ ഈ കോസ്മെറ്റിക് ക്യൂ എന്ന് പറയുന്ന ക്ലിനിക്കിനെ പൂർണ്ണമായിട്ട് വെള്ളപൂശിയാണ് DMO നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഈ റിപ്പോർട്ടിൽ ശസ്ത്രക്രിയയിൽ പിഴവില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മറ്റൊരു കാര്യം എടുത്തു പറയുന്നത് BP രക്തസമ്മർദ്ദം കൂടിയപ്പോൾ BP നോർമൽ ആവാനായിട്ട് നീതുവിന് 3 മരുന്നുകൾ നൽകി. അഡ്രിനാലിൻ, വാസോപ്രസിൻ, അതുപോലെ മറ്റൊരു മരുന്നും കൂടി തന്നു. അഡ്രിനാലിൻ, അങ്ങനെ 3 മരുന്നുകൾ ഈ കുട്ടിക്ക് നൽകുന്നു. അപ്പോൾ നീതുവിന് നൽകിയതിന് പിന്നാലെ രക്തക്കുഴലുകൾക്ക് ചില ക്ഷതം സംഭവിക്കുന്നു. അതായത് ഈ മരുന്നുകൾ നൽകിയപ്പോൾ ഇത് സംഭവിച്ചതാകാം എന്നുള്ളതാണ് ഇപ്പോൾ ഈ മെഡിക്കൽ റിപ്പോർട്ടിലെ പരാമർശമായിട്ട് പറയുന്നത്. അങ്ങനെയാണ് ഈ യുവതി ഗുരുതരാവസ്ഥയിലേക്ക് പോയത്. അതല്ലാതെ ശസ്ത്രക്രിയയിൽ പിഴവില്ല എന്നുകൂടി പറയുന്നുണ്ട്. കോസ്മെറ്റിക് ക്യൂ ക്ലിനിക്കിലെ ശസ്ത്രക്രിയയ്ക്ക് 3 ലക്ഷം രൂപ ചിലവായി. അതിന് പിന്നാലെ ഈ ഗുരുതരാവസ്ഥയിലായതിന് പിന്നാലെ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് നീതു. ഇപ്പോൾ ഇതുവരെ നീതുവിന് 22 ലക്ഷം രൂപ അവിടെയും ചിലവായിട്ടുണ്ട്. ആകെ മൊത്തം 25 ലക്ഷം രൂപയാണ് ചിലവായിട്ടുള്ളത്. എന്തായാലും ഈ സംഭവത്തിനകത്ത് ജില്ലാ മെഡിക്കൽ ഓഫീസറിന് പുറമെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ വിജിലൻസിന്റെ അന്വേഷണം കൂടി നടന്നു വരികയാണ്. നേരത്തെ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഒരു ടീമിനെ നിയോഗിച്ചു നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പോലീസ് തള്ളിയിരുന്നു. റിപ്പോർട്ടിലെ വിവരങ്ങൾ അപൂർണമാണെന്ന് പറഞ്ഞുകൊണ്ട് പോലീസും തള്ളിയിരുന്നു. എന്തായാലും കൂടുതൽ സമഗ്രമായുള്ള റിപ്പോർട്ട് പോലീസ് ആവശ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനു പുറമെയാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അഡീഷണൽ വിജിലൻസ് കൂടി ഇക്കാര്യങ്ങൾ അപ്പോൾ അന്വേഷിക്കുന്നത്. ഈ റിപ്പോർട്ടിനെതിരെ നീതുവിന്റെ കുടുംബം കഴിഞ്ഞ ദിവസം രംഗത്ത് വരികയും ചെയ്തിരുന്നു. അമൃത.